ഹലോ, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ കഴിഞ്ഞ 1 മന്തിന്റെ ഉള്ളിൽ വാങ്ങിച്ച 25 പെർഫ്യൂംസ് ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താം. അപ്പൊ എന്തിനാ പരിചയപ്പെടുത്തുന്നത് ചോദിച്ചാല് ഇതെല്ലാം വീഡിയോ ചെയ്ത് വരുമ്പോഴേക്കും ഒരല്പം സമയമെടുക്കും. അപ്പൊ എനിക്ക് തോന്നി ഇതെല്ലാം കൂടി ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വീഡിയോസ് ചെയ്യാം എന്നുള്ളത്. ഹോപ്പ്ഫുള്ളി ഇങ്ങനെ ചിലപ്പോൾ എല്ലാ മാസവും നമുക്ക് ചെയ്യാൻ പെർഫ്യൂംസ് ഉണ്ടാവാറുണ്ട്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി മന്ത്സ് നമ്മൾ എന്തായാലും ഒരു മോർ ദാൻ 10 പെർഫ്യൂംസ് എപ്പോഴും പർച്ചേസ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് മന്തിലാണെങ്കിൽ അർമാഫിന്റെ കുറെ എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്തായാലും ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അതിന്റെ കൂടെ തന്നെ കുറെ ഡിസൈനർ പെർഫ്യൂംസ് കുറെ എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് വേറെ വീഡിയോ ചെയ്യാം. സോ ഇന്ന് എന്തായാലും ഞാൻ ഇങ്ങനെ 25 പെർഫ്യൂംസ് ഉണ്ട്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഓൺലൈനിൽ നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അങ്ങനെ ആ സമയങ്ങളിൽ വാങ്ങിയ കുറച്ച് പെർഫ്യൂംസ് ഞാൻ പരിചയപ്പെടുത്താം. ഇപ്പൊ എന്റെ വോയിസ് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, കാരണം പുറത്ത് നല്ല ടൊറൻഷ്യൽ റെയിൻ ആണ്. സോ അതുകൊണ്ട് ക്ഷമിക്കാം ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ടെങ്കിൽ. പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് നിങ്ങളെ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കാറുണ്ടെന്നുള്ളത്. ആ സൗണ്ട് വേറെ ഒന്നുമില്ല, അത് ഇവിടെ AC ഓണാക്കുന്ന സൗണ്ടാണ്. അപ്പൊ അത് ഞാൻ എങ്ങനെ മായ്ക്കാൻ ശ്രമിച്ചാലും ആ സൗണ്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. പിന്നെ ഞാനത് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ പിന്നെ സൗണ്ട് ക്വാളിറ്റി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ തന്നെ ഇട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പോ ഈ പെർഫ്യൂംസ് ഇപ്പൊ മോസ്റ്റ് ഓഫ് ദം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മിന്ത്രയെന്നാണ്. എന്തുകൊണ്ടാ വെച്ചാൽ മിന്ത്രയിൽ കഴിഞ്ഞ മാസമല്ല, ഇപ്പൊ ഈ എക്സിസ്റ്റിംഗ് ഇത് ജൂണാണ്. ഞാൻ ഇപ്പൊ ജൂണിലാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ജൂൺ മന്തില് നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ ക്ലിയറൻസ് സെയിലൊക്കെ ആയിരുന്നു. മിക്ക പ്രോഡക്ട്സും പിന്നെ നോക്കുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ എന്തായാലും 1 by 1 ആയിട്ട് ഓരോ പെർഫ്യൂംസ് ജസ്റ്റ് ഓടിച്ചിട്ട് കാണിക്കാം. സോ ഫസ്റ്റ് പെർഫ്യൂം ഈസ് നൈക്കി അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഇത് ഞാൻ നാട്ടിലത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിച്ചാണ്. അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു, അവിടെയും ഒരു ക്ലിയറൻസ് സെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്താണത് നൈക്കി അപ്പ് ആൻഡ് ഡൗൺ. ഇതിന് 900 ചേഞ്ചൊക്കെയാണ് പ്രൈസ് വരുന്നത്. ബട്ട് എനിക്ക് അവിടുന്ന് ഇത് 500 ചേഞ്ചിന് സാധനം കിട്ടി. ഇത് നല്ല ഫ്രാഗ്രൻസ് ആണ്. നമ്മുടെ CK എറ്റേണിറ്റി, CK യൂഫോറിയ വേണ്ട ഫ്രാഗ്രൻസ് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഓക്കെ, നല്ല പ്ലീസിങ് ആയിട്ടുള്ള ഒരു എക്കോട്ടിക് വൈബാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അത്യാവശ്യം നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഞാൻ സൂക്ഷിച്ചിട്ട് താഴേക്ക് വെക്കുന്നുള്ളത്. ഞാൻ ഇവിടെ ഫോണും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. എങ്ങനെ എറിയുന്നത് ഫോണിലേക്കായാലേ ഡിസ്പ്ലേ പോകും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആൾസോ നൈക്കി മാൻ ആണ്. നൈക്കി മാനും അവിടെ ഓഫർ ഉണ്ടായിരുന്നു. ഇതും 900 ചേഞ്ച് ആണ് MRP ഉള്ളത്. ഇത് 699 കിട്ടി. അപ്പോ ഇത് ഞാൻ കാണിക്കാം. So this is Nike Man. ഇത് ആക്ച്വലി ക്ലോൺ ആണ്, TNG ക്ലോണിന്റെ ക്ലോൺ. TNG the one EDTന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണിത്. ആ ഒരു സ്മോക്കി ആംബർ ഫ്രാഗ്രൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഗാർഡൻ ഓഫ് മിറർ ബൈ മിനിസോ. സോ ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചാണ്, മിനിസോന്റെ ഔട്ട്ലെറ്റിൽ നിന്ന്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ദിവസം വെറുതെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു പെർഫ്യൂം ഉണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു എന്നുള്ളത്. അങ്ങനെ ജസ്റ്റ് നിയറസ്റ്റ് ഒരു മിനീസ് കണ്ടപ്പെടുത്താണത് ഇത് മിനീസ് വന്നത്. ഇതും TNG the one പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് തന്നെയാണ്. TNG the oneന്റെ എത്ര ക്ലോൺസ് കിട്ടിയാലും എനിക്ക് ഒരു പഠിത്തം തോന്നാറില്ല. ഓക്കെ, അതിന് 500 ചേഞ്ച് എന്താണ് പ്രൈസ് വന്നത്. ഓക്കെ, സോ അത് 100 ml ഉണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് മിനിസോ. ഇതും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തത് തന്നെയാണ്. മിനിസോ സ്നോ വൈറ്റ്. ഓക്കെ, ഇതിന് 360 റുപ്പീസേ പ്രൈസ് വരുന്നുള്ളൂ. ഇത് എടുക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇത് രണ്ടും ഒന്നിച്ചെടുത്തതല്ല. ഞാൻ ആദ്യം ഈ സ്നോ വൈറ്റ് ആണ് വാങ്ങിച്ചത്. ഇത് എടുക്കാനുള്ള കാര്യം എനിക്ക് ഇതിന്റെ ബോട്ടിൽ നല്ല ഇഷ്ടപ്പെട്ടുണ്ട് കേട്ടോ. കണ്ടാ, ഇത് അടിപൊളി ബോട്ടിലാണ്. അപ്പൊ ഇതിന്റെ ഫ്രാഗ്രൻസ്, ഇതിന്റെ ഫ്രാഗ്രൻസ് നമ്മുടെ ഗർലാൻ എക്കോ അലിഗോറ അതിനെ തോന്നുന്നു. 4711 പെർഫ്യൂമും ഗർലാൻ എക്കോ അലിഗോറ ഈ പെർഫ്യൂംസിന്റെ ഒക്കെ ഒരു ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് ഈ പെർഫ്യൂം വരുന്നത്. ആ ഒരു നെരോലി സോപ്പി ഫ്രഷ്നെസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. നല്ല ഫ്രാഗ്രൻസ് ആണ് ഇത്, സ്നോ വൈറ്റ്. സോ നെക്സ്റ്റ് വണ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളൊരു പെർഫ്യൂം ജസ്റ്റ് ഒരെണ്ണം വാങ്ങിയതുള്ളൂ. ടോമി ഹിൽഫിഗറിന്റെ ടോമി ഇഡിറ്റി. ജസ്റ്റ് ഒരു സാമ്പിൾ വാങ്ങിച്ചാണ്. സാമ്പിൾ അല്ല, ചെറിയ വായിൽ. ഇത് സ്മിട്ടൺ എന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ഇത് നമ്മുടെ സാമ്പിൾ സോളിഡിന്റെ ഒക്കെ ഫ്രാഗ്രൻസ് വരുന്ന ടോമി ഹിൽഫിഗർ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഡീസൽ. സോ ഇത് ഡീസലിന്റെ ഒരു പെർഫ്യൂമാണ്. ഇതിന്റെ പേര്
പേര് ഞാൻ വിട്ടുപോയി. ഓക്കെ, എന്തായാലും ഇത് ഡീസലിൻ്റെ ഒരു പെർഫ്യൂമാണ്. പേര് എനിക്ക് ഞാൻ ഡിസ്പ്ലേയിൽ ഇവിടെ കൊടുക്കാം എന്താണെന്നുള്ളത്. പേര് ഇതിൽ ശരിക്കും കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതും സ്മിട്ടൻ എന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് നമ്മുടെ അർമാനി കോഡ് അബ്സല്യൂ അങ്ങനത്തെ ഒക്കെ ഒരു ഫ്രാഗ്രൻസ്, ആ ഒരു വനില സ്വീറ്റ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണത്. ഇത് നമ്മുടെ ഡീസൽ ഓൺലി ഇൻ ദ ബ്രൈവ്. ഇത് പിന്നെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത് പോയ ഒരു സാധനമാണ്. ഓക്കെ, സോ ഇത് ജസ്റ്റ് സ്മിട്ടർ എടുത്താണ്. ഇതിപ്പോൾ സ്മിട്ടറിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്, പക്ഷേ ഞാൻ ഒരിക്കലും സ്മിട്ടർ നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് പറയൂല. കാരണം മിക്ക സമയത്തും അവർ റോങ് പ്രോഡക്ട്സ് ആണ് സെൻഡ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്യാറില്ല. ഒരു എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പോൾ ക്യാഷ് പോകാൻ ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് വൺ നമ്മുടെ നൈക്കയെന്ന് എടുത്ത ഷോപ്പാട് ബ്ലാക്ക് ഇൻസെൻസ് മലാക്കി. അപ്പോൾ ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ 2 ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് റൂട്ട് മാറിപ്പോയൊക്കെ കാര്യം. ഓക്കെ, സോ ഇങ്ങനെയാണ് പെർഫ്യൂം. കഴിഞ്ഞ ഈദിൻ്റെ ഇടയിൽ ഞാൻ ഈ പെർഫ്യൂം യൂസ് ചെയ്തു കേട്ടോ. ഇതിങ്ങനെ സ്നിഫ് ചെയ്താൽ തന്നെ ഇതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്താ വെച്ചാൽ ഇതൊരു എക്സ്ട്രീം ആംബർ സ്മെല്ല്. ഡാർക്ക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്മോക്കി ഒരു കുത്തുന്ന ഡാർക്ക് ആംബർ സ്മെല്ലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. എനിക്ക് ഈ കുത്തുന്ന വുഡി ഫ്രാഗ്രൻസ് അത്ര ഇഷ്ടമില്ല. ഈ ഊതിൻ്റെ അല്ലാത്ത വുഡി ഓക്കെയാണ്, പക്ഷെ ആംബർ ഇങ്ങനെ എക്സ്ട്രീം ആയിട്ട് കുത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിച്ച് ആ ഒരു കുത്തൽ കിട്ടുന്ന ഭയങ്കര സ്ട്രോങ് ഫ്രാഗ്രൻസ്, നമ്മുടെ ബ്ലാക്ക് അഫ്ഗാനോയിലൊക്കെ കണ്ട പോലത്തെ ആ ഒരു കുത്തലുള്ള ഫ്രാഗ്രൻസ് ആണ് ഇതിലുള്ളത്. ഓവർ അപ്ലൈ ചെയ്യരുത്, ഒരു നോർമലി അപ്ലൈ ചെയ്ത് പോയാൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണത്. ഇതിന് ഇൻസ്പയർഡ് വേർഷൻസ് ഈ സാധനം കിട്ടിയപ്പോൾ മുതൽ ഞാൻ പല കമ്പനികളായിട്ടും റിക്വസ്റ്റ് ചെയ്ത് നോക്കി, എവിടുന്നും പ്രോപ്പർ ആയിട്ടുള്ള പ്രോഡക്ട്സ് കിട്ടിയിട്ടില്ല. പലരും ഓരോ സാമ്പിൾസ് അയച്ചു തന്നു, ഒന്നും തന്നെ നമ്മൾ വിചാരിക്കുന്ന ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലേക്ക് വരുന്നില്ല. കിട്ടുകയാണെങ്കിൽ പറയാം. സോ നെക്സ്റ്റ് വൺ ഈസ് എന്താ പറയുക, ഒരു പഴയ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചതാണ്. ഇത് മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചാണ്. എന്തായിരുന്നു, എൻചാൻഡർ റൊമാൻറ്റിക്. ഓക്കെ, ചെറിയ പ്രൈസ് ഉള്ളൂ. 200 ചേഞ്ച് എന്തോ പ്രൈസ് വന്നിട്ടുള്ളൂ. 349 ആണ്, ബട്ട് 200 റുപ്പീസ്. ഒരു റോസിൻ്റെ ഒരു ഫ്രഷ് റോസ്. ഇത് ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല പരിചയമുണ്ടാവും ഈ സാധനം, ഈ എൻചാൻഡർ. ഇതിൻ്റെ ഫ്രാഗ്രൻസ് എനിക്ക് ഇഷ്ടമാണ്, ഈ റൊമാൻറ്റിക്. സോ അതാണ് എൻചാൻഡർ റൊമാൻറ്റിക്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് സോ ബെവർലി ഹിൽസ് പോളോ ക്ലബ്ബ് 1 ആണ്. പോളോ ക്ലബ്ബ് 1, 2 ആൻഡ് പിന്നെ ഒരു ഫീമെയിൽ വേർഷൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 1. എനിക്ക് തോന്നുന്നത് ഞാനിത് അബദ്ധത്തിൽ വാങ്ങിയതാണോ സംശയമുണ്ട്. കാരണം ഇത് ഓൾറെഡി ഞാൻ പിന്നെ ഇവിടെ സാധനം കയ്യിൽ കിട്ടിയപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞാൻ മുമ്പൊരു ബെവർലി ഹിൽസിൻ്റെ വീഡിയോ ചെയ്ത് പോയിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഇത് അതിൻ്റെ 2 ആണ്. അപ്പോൾ ഐ തിങ്ക് ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിച്ചു തോന്നണം. അത് ഇനി നോക്കണം അത് എവിടെ കിടക്കുന്നത് എന്നുള്ളത്. ഇത് 2 ആണ്. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിലത്ത് വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വസ്തു കാണാണ്ടാവില്ല. അതിൽ അത്ര എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ചെറിയ ഒരു അത്ര ഒരു സ്ട്രോങ്ങർ അല്ലാത്ത ഒരു ബോട്ടിലാണ്. സോ ഇത് 8 ആണ് ബെവർലി ഹിൽസ്. ഇത് ഫീമെയിൽ വേർഷൻ. ഇത് ഞാൻ യൂസ് ചെയ്യാത്തതാണ്. പക്ഷെ ഇത് 3ഉം ഫ്രാഗ്രൻസ് എനിക്കിഷ്ടമാണ്. അപ്പോൾ നല്ല ഫ്രഷ്നെസ് ആണ്. ഇത് നമ്മുടെ JPG ലിമാലിൻ്റെ ഫ്രാഗ്രൻസുകളാണ്. ഒരെണ്ണം, മറ്റേ 2 ഞാൻ ഓർക്കുന്നില്ല ഏതാണെന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ അഡിഡാസ് ഐസ് ടൈവ് ആണ്. ഇത് എന്താ പറയുക, നമ്മുടെ ബ്ലൂഡി ഷനലിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നത്. സോ സാധനം കാണിക്കാം. ഇതാണ് ഐസ് ടൈവ്. ഓക്കെ, 100 ml പെർഫ്യൂം. സോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ വേറെ ചെയ്യാം. നെക്സ്റ്റ് വണ് പിന്നെ സുഡിയോ മാൻ. ഇത് ആക്ച്വലി പിന്നെ സുഡിയോയിൽ ഞാൻ എപ്പോഴും നോക്കാറുണ്ട് ഏതെങ്കിലും പെർഫ്യൂംസ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് നല്ല ഫ്രാഗ്രൻസ് ആയിട്ട് തോന്നിയ ഒരു സാധനമാണ് ഈ സുഡിയോ മാന്. നല്ല ഫ്രാഗ്രൻസ് ആണിത്. അപ്പോൾ എന്താ പറയുക, ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, ഫ്രാഗ്രൻസ് ഈസ് ഗുഡ്. അത്രേ ഇപ്പോൾ ഇതിന് പറയാനുള്ളത്. ഞാൻ ചിലപ്പോൾ ഇത് റൂം ഫ്രഷ്നറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതതിനെ മോശമാക്കി പറഞ്ഞതല്ല, എനിക്ക് ആ ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ളതുകൊണ്ട് അപ്ലൈ ചെയ്താണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫോഗിൻ്റെ സാർ. ഈ ഫോഗ് സാറിൻ്റെ എന്താ പറയുക, റിവ്യൂസ് ഒരുപാട് ഓൺലൈനിൽ കാണാറുണ്ട്. ഇത് ഭയങ്കര അടിപൊളി ഫ്രാഗ്രൻസ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇത് പക്ഷേ ഓഫ്ലൈൻ ആയിട്ടാണ് നമുക്കത് വാങ്ങിക്കാൻ കിട്ടാറുള്ളത്, ഓൺലൈനായിട്ട് കാണാറുമില്ല. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണിത്. ഇതും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ഫോഗ് സാറ്. ഇതിൻ്റെ 170 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഫ്രാഗ്രൻസും
നമ്മുടെ DNG The One-ഉമായിട്ട് എവിടേക്കോ സാമ്യമുള്ളതാണ്. കംപ്ലീറ്റ് ഇല്ല, എവിടേക്കോ സാമ്യമുണ്ട്. ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റിയ ഒരു സാധനം. സോ നെക്സ്റ്റ് വൺ, വനേസ സ്കാർലറ്റ്. ഇത് വാങ്ങിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ബോട്ടിലിൻ്റെ ലുക്കാണ്. ഇപ്പോൾ നമുക്ക് JDV പെർഫ്യൂംസ് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, അത് ആക്ച്വലി നമ്മുടെ കമ്പനിയാണ്. ഇത് കണ്ടോ, നമ്മുടെ ബുൾഗാരിൻ്റെ ആ ഒരു ലുക്കുള്ള ഒരു പെബിൾ ലുക്കിലുള്ള സാധനം. അപ്പോൾ ഈ ഒരു സാധനം കണ്ടിട്ട് അപ്പം ഞാൻ JDVൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ JDVയിൽ നമ്മൾ ഓരോ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വാങ്ങിച്ചാണത്. ഇത് വാങ്ങിക്കുന്നത് വരെ എനിക്കിതിന് വലിയ പ്രത്യേകിച്ച് എന്താ പറയുക, വലിയ പ്രതീക്ഷകളൊന്നും ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷെ സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് അടിപൊളി ഫ്രാഗ്രൻസ് ആണ്. ഇത് ലവിയബെല്ലിൻ്റെ ഇൻസ്പയർഡ് ആണ്. ഇത് അന്ന് ചെറിയ പ്രൈസിന് കിട്ടിയതാണ്. അത് 136 അങ്ങനത്തെ പ്രൈസിന് മിന്ത്രയെന്ന് വാങ്ങിച്ചതാണ്. ചിലരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ഫീമെയിൽ പെർഫ്യൂംസ് റിവ്യൂ ചെയ്യാത്തതെന്നുള്ളത്. ആക്ച്വലി ഇപ്പോൾ ഞാൻ കാണിച്ചതിൽ പലതും ഫീമെയിൽ പെർഫ്യൂംസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിവ്യൂ അടുത്ത് തന്നെ ഉണ്ടാവും. നെക്സ്റ്റ് വൺ ഓൾറെഡി കയ്യിലുള്ള സാധനമാണ്, ജസ്റ്റ് ഒരു കളക്ഷൻ എന്ന രീതിക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ് ഡെൻവറിൻ്റെ ഹാമിൽട്ടൺ പ്രൈഡ്. ഞാൻ ഇതിൻ്റെ ഡിയോഡ്രൻ്റ് ആണ് വീഡിയോ ചെയ്തിട്ടുള്ളത്, പെർഫ്യൂം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഹാമിൽട്ടൺ പ്രൈഡ്. ഓക്കെ, ഇതിങ്ങനെ വെറുതെ ഇരുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സാധനം. ഇത് നമ്മുടെ മോൺബ്ലോങ് ലെജൻഡിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷനാണ്. നെക്സ്റ്റ് വൺ അതേപോലെ ബോട്ടിൽ ലുക്ക് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് വനേസ ക്യാപ്പ. ഓക്കെ, സോ ഇത് എവിടേക്കോ നമ്മുടെ ഗുഡ് ഗേൾ പെർഫ്യൂമിൻ്റെ ഒരു വൈബ് വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല, എവിടേക്കോ വരുന്നുണ്ട്. ഇതാണ് സാധനമാണ് അന്ത ഭംഗിയത് കാണാൻ. ഒരു വളരെ സ്ലിം ആയിട്ട് ഒരു ഫോൺ പിടിക്കണ പോലെ, നമ്മുടെ സോണീൻ്റെ ഒരു ഫോണല്ലോ, നല്ല ഒരു ലെങ്ത് ആയിട്ടുള്ള സോണി 5 അങ്ങനെ തോന്നുന്നു. ആ സാധനം പിടിക്കുമ്പോൾ കിട്ടാൻ അതേ ഒരു ഫീലാണ് ഇത് പിടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. നല്ല ഫ്രാഗ്രൻസ് ആണ്. തിരക്കടിക്കാത്ത ഒരു ലോഞ്ചിവിറ്റി ഉണ്ട്. ഈ പെർഫ്യൂമിന് ജസ്റ്റ് 136 പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. നെക്സ്റ്റ് വൺ, ഗുഡ് മോർണിംഗ് എറ്റേണിറ്റി പാർക്ക് അവന്യൂൻ്റെ. അപ്പോൾ ഇത് വാങ്ങിച്ചെന്തിനാണെന്ന് വെച്ചാൽ ഇതും മിന്ത്രൻ തന്നെയാണ്. ആക്ച്വലി മിന്ത്രൻ്റെ ആൾ മിക്ക ദിവസങ്ങളും എൻ്റെ വീട്ടിൽ വരാറുണ്ട്. ഞാൻ എപ്പോഴും മിന്ത്രയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. ഡ്രസ്സാണ് മോസ്റ്റ്ലി പർച്ചേസ് ചെയ്യാറുള്ളത്. ഡ്രസ്സും പെർഫ്യൂംസൊക്കെ ഇങ്ങനത്തെ സാധാരണ പെർഫ്യൂംസൊക്കെ മിന്ത്ര നിറയ്ക്കാം. ഡ്രസ്സ് പിന്നെ വർഷങ്ങളായിട്ട് മിന്ത്രയാണ് നമ്മളെ കൂടെ ഉള്ളത്. ഡ്രസ്സ് പിന്നെ ഷൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് 150 റുപ്പീസിന് കിട്ടിയതാണ്. അപ്പോൾ മിന്ത്ര എന്താ വെച്ചാൽ നമുക്ക് സെയില് ഏർലി ആക്സസ് ഉണ്ടാവും, പിന്നെ എപ്പോഴും കൂപ്പൺസ് കിട്ടും കുറേ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി. അത് ജസ്റ്റ് 150 റുപ്പീസിന് ഒരു 50 ml കണ്ടപ്പോൾ ജസ്റ്റ് വാങ്ങിച്ചതാണ്. സോ ഇനി മിന്ത്രൻ്റെ തന്നെ ബ്രാൻഡ് മസ്റ്റ് ആൻഡ് ഹാർബർ എക്വ. ഇതിലൊരു ഡിസ്റ്റ് ഉണ്ട്. ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്കി ആട്ടോ. ഓക്കെ, ഓപ്പൺ ചെയ്യാൻ എന്തെങ്കിലും ഒരു ടൂളാണ്, അത് കുറച്ചൊരു ടൈറ്റാണ് സാധനം. ഇത് വേണ്ട, ഇത് എക്കോ ഡിജിയോൻ്റെ ബോട്ടിലാണ്. ബട്ട് പെർഫ്യൂം ഏതാണെന്നറിയോ? ആറ്റമൈസറൊക്കെ പെർഫ്യൂം ക്രീഡ് അമൻഡസ്, അതായത് ക്രീഡിൻ്റെ ഫ്രാഗ്രൻസ് അക്കോഡിജിയോൻ്റെ ബോട്ടിൽ. അതാണ് ഈ സാധനം. ഇപ്പോൾ ഈ തുറന്നച്ചതെല്ലാം കൂടി ഞാൻ തിരിച്ച് അങ്ങോട്ട് വെക്കണമല്ലോ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ഹെവൻലി വുഡ്സ്. അതുകൊണ്ട് ഒരു ഹെവൻലി ഈ ബ്രാൻഡ് ഞാൻ ആക്ച്വലി യാദൃശികമായിട്ട് മിന്ത്രയിൽ കണ്ടൊരു സാധനമാണ്. ചെറിയ പ്രൈസ് 100 റുപ്പീസോ 120 റുപ്പീസോ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് എടുക്കാനുള്ള കാര്യം ഇതിൻ്റെ ലുക്ക് കണ്ടോ, ഇതെന്താ ബ്യൂട്ടിഫുൾ അല്ലേ. ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു ചെറിയ സാധനത്തിന് അവരിവിടെ കൊണ്ടുപോയിട്ട് സ്ക്രീൻ പ്രിൻറ്റും ചെയ്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിലൊരു ക്യാപ്പ്. ഇത് ത്രെഡായിരിക്കും, ആ ത്രെഡാണ്. ഓക്കെ, പക്ഷെ എന്നാലും നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഈ സാധനം. അപ്പോൾ ഈ ഒരു ഭംഗി കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഇതെടുത്തത്. ഇത് ഒരു വുഡി ഫ്രാഗ്രൻസ് ആണ്. ഇതിൻ്റെ ഇൻസ്പയർഡ് ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, തീരെ സ്മെല്ല് നിൽക്കുന്നൊന്നുമില്ല. ബട്ട് ഈ ഒരു സാധനം നല്ല ലുക്ക് ഉണ്ട് കാണാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു പ്രൊഡക്റ്റാണത്. പാർക്ക് അവന്യൂൻ്റെ വോയേജ് വീഡിയോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഇതെന്താ വയ്ക്കുക, കോർസിക്ക കൂൾ ഈ സാധനമാണ് ഞാൻ എടുത്തത്.
റീസൺ വേറെ ഒന്നുമില്ല, നമ്മളെപ്പോഴും ബ്ലൂ പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നതായതുകൊണ്ട് ആദ്യം ഇത് ട്രൈ ചെയ്യാം എന്ന് വെച്ചു. ഇത് 124 റുപ്പീസിന് എന്താ കിട്ടിയതാണ്. അൺബിലീവബിൾ പ്രൈസിനാണ് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മിന്ത്രയിൽ നിന്ന് പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് കണ്ട, ഇതും മിന്ത്രയിൽ നിന്ന് എടുത്ത് തന്നെയാണ് OH. ഇതൊരു ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്. എവിടേക്കോ ഒരു വിദൂര സാദൃശ്യം നമ്മുടെ ഡിയോർ സവാഷ് ആയിട്ട് തോന്നുന്നുണ്ട്. ഡയറക്റ്റ് ക്ലോണൊന്നുമല്ല, ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റിയ ഒരു പെർഫ്യൂമാണത്. ലോഞ്ചിവിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയിൽ പറയാം. ഇനി അടുത്ത 3 ഉണ്ട്. ഇതാണ് പറ്റി അവസാനം വാങ്ങിച്ചത്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം വന്നതാണ്. ഒന്ന് NV നോവ. ഇത് 3 NVൻ്റെ തന്നെ കേട്ടോ. അപ്പം ഞാനിതിൽ കാണിച്ചാൽ മിക്ക പെർഫ്യൂംസും വനേസൻ്റെ പ്രൊഡക്ട്സ് തന്നെയാണ്. ഈ NV ഒക്കെ വനേസൻ്റെ ആണ്. ഡെൻവർ, പിന്നെ ഓൾറെഡി വനേസ കുറച്ച് കാണിച്ചു. ഇതുണ്ട് NV നോവ. ഇത് 3 ഉണ്ട്. ഇതൊരു ഫ്രഷ് സ്പൈസി ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. നമ്മുടെ ബോസ് ബോട്ടിലിൻ്റെ പെർഫ്യൂം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഹുഗോ ബോസിൻ്റെ. സോ നെക്സ്റ്റ് വൺ ഇസ് NV ഡാർക്കാണ്. ഇത് ഞാൻ സ്നിഫ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഡൺഹിൽ ഡിസയർ ബ്ലൂ പോലെയാണ് എന്നെൻ്റെ ഒരു ഓർമ്മ. ഇപ്പോൾ ഫ്രാഗ്രൻസ് ഒക്കെ പോയി. ഇത് ഏതാ ഡൺഹിൽ ഡിസയറിൻ്റെതാണ്. ഡിസയർ റെഡുമായിട്ടാണ്, ബ്ലൂ അല്ല, റെഡുമായിട്ടാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് അതൊരു റെഡുമായിട്ടാണ് കൂടുതൽ ബന്ധം തോന്നിയത്. ബ്ലൂവും റെഡും തമ്മിൽ വലിയൊരു വ്യത്യാസമൊന്നുമില്ല, ബട്ട് ആ ഒരു ഫ്രഷ്നെസ് കൂടുതൽ പിന്നെ ഡൺഹിൽ ഡിസയർ ബ്ലൂവിലാണ്. അത്രയും ഫ്രഷ് അല്ല അത്. ലാസ്റ്റ് വൺ ഫിയറി. ഇതിൻ്റെ ബോട്ടിൽ ഞാൻ അങ്ങോട്ട് ഇട്ടുപോയി. ഓക്കെ, ഇതാണ് അതിൻ്റെ ബോട്ടിൽ. ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഓക്കെ, സോ ബോട്ടിൽ ഇതൊരു പൗഡറിൻ്റെ സ്മെല്ല്, ഷെനൈൽ നമ്പർ 5 ഒക്കെ പോലത്തെ ആ ഒരു പൗഡറി സ്മെല്ല്. ഇത് ഏതിൻ്റെ ക്ലോണാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊരു ടിപ്പിക്കൽ ഒരു പൗഡറാണ് അതിൽ നിന്ന് കിട്ടുന്നത്, ടാൽക്കം പൗഡർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് 25 പെർഫ്യൂംസ് വാങ്ങിച്ചത്. എല്ലാ മാസവും ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. എനിക്ക് തോന്നി ഒരു വീഡിയോ അങ്ങനെ ചെയ്ത് പോയാൽ പിന്നെ ഇതിങ്ങനെ മെല്ലെ ഓരോന്ന് വീഡിയോ ചെയ്ത് പോയാൽ മതിയല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു 90% മിന്ത്രയാണ്, ബാക്കിയുള്ളത് പിന്നെ നൈക്കന്ന് വാങ്ങിച്ചതുകൊണ്ട് അങ്ങനെയാണ് ഇതിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾ ഈ പെർഫ്യൂംസ് വാങ്ങിക്കുന്നതുമായി ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ റിപ്ലൈ തരാം. പിന്നെ 1 by 1 ആയിട്ട് ഈ പെർഫ്യൂംസ് കമ്മിങ് മന്ത്സിൽ നിങ്ങൾക്ക് കാണാം. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസ് തന്നെ ചെയ്യുന്നതാണ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.